എന്താണ് നിന്റെ ഉദ്ദേശം? കുറച്ച് ദിവസമായി നീ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കാനാണല്ലോ. നിനക്കിപ്പോ എന്ത് പറ്റി? കാര്യം പറ. നീ മതി വലിച്ചത് എന്താണ്? നീ എന്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എന്തേലും ഒന്ന് പറയടല്ലോ. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? നീ എന്താ മേരി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എനിക്ക് പറ്റുള്ള ഫിഫു, ഞാനും മേരിയും തമ്മിൽ സെറ്റ് ആവില്ല. ചുമ്മാ തമാശ പറയല്ലേട്ടാ നീ. തമാശ പറയണതല്ല, ഞാൻ അവിടെ തമ്മിൽ സെറ്റ് ആവില്ലടാ. എന്ത് സെറ്റ് ആവില്ലെന്ന് നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? എടാ ഫിഫു, എനിക്ക് നിന്റെ അടുത്ത് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ക്ലാരേ, താനൊന്ന് നിന്നേ. താൻ എന്തിനാണ് എന്നെ കടമ ഒഴിഞ്ഞു മാറിയെടുക്കണത്? പ്രോജക്റ്റും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നാളെ ഞാനും ഉണ്ടായിരുന്നില്ല പ്രോജക്റ്റില്. പിന്നെ എന്തു പറ്റി എന്നെ ഒഴിവാക്കാൻ? അടുത്ത ആഴ്ച എന്റെ എൻഗേജ്മെന്റാ. അതിൻ്റെതായ തിരക്കുകളൊക്കെ എനിക്കുണ്ട്. വേറെന്തൊക്കെ ലൈലാസുറിന് അറിയണം? എനിക്കൊന്നും പറയാൻ പാടില്ലേ? അല്ല ക്ലാരെ, താൻ എന്തിനാണ് ഇത്ര നേരത്തെ കല്യാണം കഴിക്കാൻ പോണത്? പപ്പ നിർബന്ധിച്ചിട്ടാണോ അതോ തനിക്കിഷ്ടായിട്ടാണോ? ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞോ? അമ്മ ഇല്ലാണ്ട് ഒരു പെൺകുട്ടീനെ വളർത്താന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെയും നോക്കി വളർത്തി. അവളുടെ കാര്യം പിന്നെ ലൈലാസുറിന് അറിയാലോ. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ടൈപ്പാ. അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ. എൻ്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്കിലും സാധിച്ചു കൊടുക്കണ്ടേ? ശരിയല്ലേ? ക്ലാരെ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ലൈലാസുറിന് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടുണ്ടോന്നോ? ഞാൻ ആദ്യമായിട്ട് പ്രേമിക്കണത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. മുടിയൊക്കെ 2 സൈഡിലേക്ക് പിന്നിട്ട് കാണാൻ നല്ല സുന്ദരിക്കുട്ടിയായിട്ടുള്ള ദേവകുട്ടി. അന്നതൊരു പ്രേമായിരുന്നില്ല. പിന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുരനാക്കാൻ നോക്കി. അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല. 10ൽ പഠിക്കുമ്പോ തട്ടൊക്കെ ഇട്ടൊരു ഉമ്മച്ചിക്കുട്ടി നസിയ. അതും വർക്കൗട്ടായില്ലെന്നേ. പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഒരുത്തി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പഠിച്ച്. ക്ലാരെ, ഇതൊന്നും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല. അപ്പോ ശരിക്കുള്ള പ്രേമം മേരിയോടായിരുന്നല്ലേ? അല്ലേ? നീ എന്ത് ദുഷ്ടനാടാ? അവള് നിന്റെ മോറടിച്ച് പൊളിച്ചിട്ടുണ്ടാവൂല. ഫിഫുടാ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചേ. അവളൊന്നും പറഞ്ഞില്ലടാ, അവളൊന്നും ചെയ്തൂല. നീ എന്തൊക്കെ നീ കാണിക്കണത്? നാളെ കൊച്ചിന്റെ എൻഗേജ്മെന്റ് ആണ്. ആദ്യം മേരിയെ പ്രേമിക്ക, പിന്നെ ക്ലാരയെ പ്രേമിക്ക. നീ ആരാണ്? നിനക്ക് എപ്പോഴേലും തോന്നിണ്ടാ ഞാനും മേരി തമ്മിലുള്ള ശരിക്കുള്ള ഇഷ്ടമാണെന്ന്? തോന്നിണ്ടാ? ലൈലു, എന്താന്ന് വെച്ചാച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ എല്ലാ കാര്യം ഞാൻ എന്നിട്ട് നിന്നിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു കാര്യം നടക്കൂലട്ടാ. നിന്റെ ഇഷ്ടം പോലെ ചെയ്. എന്നെ വിളിക്കട്ടെ, പോടുന്നു. എടാ, ഇപ്പൊ സംസാരിക്കണോ? വണ്ടി എടുത്ത് നിർത്ത്. ഫിഫു മേരിക്കണു. മേരിനോട് നീ ഇപ്പൊ എന്താ പറയാൻ പോണേ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ ഇങ്ങോട്ട് വന്നേ. ബാ. എടാ പതിയെ പോടാ, ഞാനും വന്നി. നീ ഇങ്ങോട്ട് വന്ന ഫിഫു. മേരി പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ. മേരി ഒന്ന് വരുമോ? ദൈവമേ, വല്യമ്മച്ചൊന്നും ഇങ്ങിരിക്കും. മേരി അതിലായാലും എന്താ സംസാരിക്കാനുണ്ടെടാ? മേരി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചേട്ടനെ എത്ര തവണ വിളിച്ചു, ഒരിക്കലെങ്കിലും ആ ഫോണൊന്നും എടുക്കാറുന്നില്ലേ? എനിക്കൊരു കാര്യം കേൾക്കണ്ട.
ദൈവത്തെ ഓർത്തൊന്ന് പോയിട്ടാ. ഇല്ല പോണില്ല. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യണം. ബീച്ചിൽ പോയിട്ട് സമ്മർ അടിക്കണം, തൈക്കോണ്ട പഠിക്കണം. ഞാൻ എന്താണ് നിന്റെ കളിപ്പാവേ? എടുത്ത് പള്ളിയാണ്, അച്ഛനുണ്ട്. പിന്നെ ഇവിടെ എന്ത് വർത്താനാണ് പറയണത്? ചേട്ടൻ പറ, ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? എനിക്ക് മനസ്സിലാക്കി പറഞ്ഞ. അല്ല നിന്റെ കൈക്ക് സോറി. ഞാൻ ചോദിച്ചതിന് ആദ്യം മറുപടി പറ. മേരി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. എല്ലാം എന്റെ തെറ്റാണ്. ഞാനെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുള്ള. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞ മേരിക്ക് ഇത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവുള്ള. ഡഫിഫു, നീയെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നീ ഇതെന്തൊക്കെയാണ് പറയണത് എനിക്ക് മനസ്സിലാവണില്ല. ചേട്ടൻ പിന്നെ എന്തുണ്ടാക്കാനാണ് ലെറ്ററും പിടിച്ച് പ്രേമമാണ്, തേങ്ങയാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞേ? നീ എന്തൊക്കെയാണ് പറയണ മേരി? ഞാൻ നാഷണൽസിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലേ, പറ്റില്ലെങ്കിൽ അപ്പൊ പറയണമായിരുന്നു. മേരി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടന് ശരിക്കും എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നേ? പിന്നെ എന്തിനാ ക്ലാര അവിടെ പോയി നിൽക്കുന്നേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറ? നമുക്ക് വിവാഹ ഉടമ്പടിയിലേക്ക് കടക്കാം. അന്ന് ലൈബ്രറി വെച്ച് ചേട്ടൻ ക്ലാരയോട് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ചേട്ടൻ തന്നെയാ ക്ലാരയ്ക്ക് കറക്റ്റ്. യോഹന്നാൻ നാറി, അവൾക്ക് ഇഷ്ടമല്ല അയാളെ, എനിക്കും ഇഷ്ടമല്ല. എനിക്കറിയാം ചേട്ടന് ക്ലാരയോട് ഇഷ്ടമാണ്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? അന്ന് ബീച്ചിൽ വെച്ച് ചേച്ചിയുടെ എൻഗേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ എന്താ പറഞ്ഞേ? അത് നമുക്ക് പൊളിക്കാന്ന്. എന്നിട്ട് എൻഗേജ്മെന്റ് കൂടാൻ വേണ്ടിട്ട് ഒരു നാണവും ഇല്ലാതെ. അല്ലാതെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് ശരിക്കും എന്റെ ചേച്ചിയോട് എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ? യോഹന്നാൻ, ഈ നിൽക്കുന്ന ക്ലാരയെ നിങ്ങളുടെ പ്രതിശ്രുത വധുവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? ആണ്, ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. ക്ലാരനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആരാണെന്ന് ഇഷ്ടാണോ എന്ന് പോയി പറ. അച്ചോ അച്ചോ, ആ മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പയ്യനുണ്ടല്ലോ, പുള്ളിക്ക് ചെറുതായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. വേറെ ഒന്നുമല്ല, കല്യാണ പെണ്ണ ഇഷ്ടമെന്ന് അങ്ങനെ എന്തോ ചെറിയ നിസ്സാര കാര്യം. അച്ഛൻ വേണേ അതൊന്ന് ഡീല് തുടക്കാനേ. നീ എന്താ ഇവിടെ? അതച്ചോ, എനിക്ക് ക്ലാരനെ ഇഷ്ടാണച്ചോ. അച്ചോ ഗായ്സ്, വില്ലേജ് മാരേജ് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ 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 സങ്കടകരമായ മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ക്ലാരയുടെ പപ്പയ്ക്ക് എന്താണിത്? എന്താ ഇത്? കൈവിട്ട് പോയില്ലല്ലോ. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഞാൻ സംസാരിച്ചിട്ട് സംസാരിച്ചേ. എനിക്ക് ക്ലാരനെ ഇഷ്ടമാണ്. ക്ലാരക്ക് എന്നെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഇഷ്ടം മേരിക്ക് ഇഷ്ടമാണച്ചോ. എന്താ മോളെ ഇതൊക്കെ? ഇവനേതോ തലയ്ക്ക് സ്ഥിരമില്ലാത്തവനോ, ആരെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചോണ്ടോ? തലയ്ക്ക് സുഖമില്ലാത്തത് തന്റെ തന്തയ്ക്കാ. മേരി മോളെ, ഇത് ജെയിംസ് ചാച്ചനാടി. ലൈലാസുരൻ ചേട്ടന് പറയാനുള്ളത് മൊത്തം കേൾക്കാണ്ട് ഒറ്റ ഒരുത്തന് ഈ പള്ളിപ്പറമ്പിന്ന് വീട്ടിൽ പോവില്ല. ഇതെന്താണ് ഇതിങ്ങനെ? ഒന്നും അറിയിച്ചു ചേച്ചി, പ്ലീസ്. ചേട്ടാ, ജീവിത പ്രശ്നമാണ്. ക്ലാരെ, എനിക്ക് തന്നെ ഏതാണ് നീ ഏതാ? ചേട്ടാ, ഞാനിപ്പോ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ഒറ്റ പ്രാവശ്യം ക്ലാരയുടെ തോന്നുന്നു സംസാരിച്ചോട്ടെ. എന്ത് സംസാരിക്കാൻ? അത് സംസാരിക്കുമ്പോ കേൾക്കാലേട്ടാ. ക്ലാരെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിർത്ത്. ആ ശരി ചേട്ടാ, സംസാരിക്കട്ടെ. സോറി. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിന്നെയാണ്. എനിക്കിത് നിനക്ക് എങ്ങനെ പറഞ്ഞെന്നൊന്നും അറിയില്ല. എങ്ങനെ പറഞ്ഞ നിനക്കിത് മനസ്സിലാവും അറിയില്ല. പിന്നെ നിനക്കിത് പറയാണ്ടിരുന്നൂടെ? ക്ലാരെ, എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് നിന്നെ. ഇതൊക്കെ ഈ സമയത്തല്ല വന്ന് പറയണ്ട. ഇത്രയും നാളെ നിന്റെ വായിലെന്താ വല്ല പഴവും തിരികെ വെച്ചേക്കും. ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കും. നീ എങ്ങനെ 2 സ്റ്റെപ്പ് മാറിയെന്ന് നീങ്ങിക്കടേ. നീയാണ് കൊള്ളാല. നിനക്ക് ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് പറയാൻ സമയം കിട്ടിയത്. നിനക്ക് പറയാനൊക്കെ പറഞ്ഞില്ലേ? ഇവള് പറഞ്ഞതും കേട്ടില്ലേ? നിന്നെ ഇഷ്ടമല്ലാന്ന്. പോയിക്കോ, വിട്ടോ. ഇതൊക്കെ പണ്ട് പറയണായിരുന്നു. വന്നിട്ട് ഇറങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ. പരിപാടി തുടങ്ങുന്നു. ഇവിടെ നീയാണ് അച്ഛൻ, ഞാനാണ് അച്ഛൻ. അച്ഛൻ തന്നെ അച്ഛൻ. പരിപാടി തുടങ്ങി അല്ലേ? ഒരു മിനിറ്റ് അച്ഛോ, എനിക്കൊന്ന് ക്ലാരയോട് സംസാരിക്കണം. എന്തിന്? അതിന്റെ ആവശ്യം എന്തിരിക്കണേ? അത് ശരി, ഇവിടെ നിങ്ങൾ തന്നെയല്ലേ സംസാരിക്കുന്നേ? സംസാരിച്ചു. ചെല്ല്, ക്ലാരനെ വിളിക്കണു. ചെല്ല് പോയി സംസാരിക്ക്. പോ, തീരുമാനാവട്ടെ. ഞാനിവിടെ നിൽക്കാം. എല്ലാം ഇത്രയും കൊണ്ട് എത്തിച്ചത് ഞാൻ ഒരുത്തി കാരണമാണ്. ലൈലാസുരൻ ചേട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ക്ലാര, ഇത് നിന്റെ ലൈഫാണ്. ഇനി സമയമുണ്ട്. ഒരാളും പറയുന്നത് നോക്കണ്ട.
നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഒരു മിനിറ്റ് സംസാരിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് അച്ചോ, എനിക്ക് മക്കളോടൊന്ന് സംസാരിക്കണം. ഇതിനൊരു അന്ത്യമില്ലേ? യോഹന്നാനെ, അവരൊരു മിനിറ്റ് അല്ലേ സംസാരിക്കുന്നുള്ളൂ. സംസാരിച്ചോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അടുത്തതായി കുട്ടിയുടെ പപ്പയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താ മോളെ സംഭവിക്കുന്നേ? പപ്പയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് പപ്പ ഇതുവരെ എതിരെ നിന്നിട്ടില്ലല്ലോ. സംസാരിച്ചോണ്ടിരിക്കാതെ കാര്യം ചോദിക്കാങ്ങളെ. നിനക്ക് വാസ്തവത്തിൽ ലൈലാസുരനെ ഇഷ്ടമാണോ? പപ്പയോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഞാൻ ഈ എൻഗേജ്മെന്റ് നടത്തില്ലായിരുന്നല്ലോ. ഇതിപ്പോ ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇപ്പൊ എന്തായി കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടേ? ഞങ്ങൾ കുറച്ചേരെ ഇവിടെ നിൽക്കുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ എല്ലാരും? കുറെ നേരായി തുടങ്ങിയിട്ട്. എനിക്ക് ഇനി ഒരു കല്യാണം വേണ്ട, ഒരു കോപ്പും വേണ്ട. എൻഗേജ്മെന്റ് കല്യാണത്തിലേക്ക് പോകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഗൈസ്, ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിങ് ടിങ്. എന്റെ പൊന്നു ലൈലു, നിന്നെ സമ്മതിക്കണം. നീ കണ്ടോ, ഈ കത്ത് വായിച്ച അവൾ എന്നെ പ്രേമിക്കും. എന്നിട്ട് ഒരുപാട് ആൾക്കാരും വെളുത്തുടുപ്പിട്ട മാലകന്മാരും പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഞാൻ അവളെ കല്യാണം കഴിക്കും. നീ കണ്ടോ ഫിഫു? എന്റെ പൊന്നു ലൈലു, അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിൽ അവനത് മുടക്കാൻ പറ്റി. കൊള്ളാട്ടെ നീ. ഞാനിവിടെ നിക്കണ കണ്ടില്ലേ? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് പാടാ. നിന്റെ പേരെന്താന്ന് പറഞ്ഞു? ലൈലാസുരൻ. 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 ആ, കൊള്ളാം. ഈ എൻഗേജ്മെന്റ് നടക്കുന്ന സമയത്ത് ഇത്ര ആൾക്കാരുടെ ഇടയിൽ വന്ന് സിനിമാ സ്റ്റൈലിൽ നിന്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം ആത്മാർത്ഥമാണ്, ഞാൻ സമ്മതിച്ചു. ക്ലാരെ, നിനക്ക് ഈ പയ്യനെ ഇഷ്ടമാണോ? കണ്ട, അവളൊന്നും പറയുന്നില്ല. അത് അവൾക്ക് തന്നെ ഇഷ്ടമായോണ്ടാണ്. അത് നീ മാത്രം പറഞ്ഞാ പോരല്ലോ. ഇഷ്ടമല്ലെന്ന് അവള് പറയട്ടേനെ. വെറുതെ ആൾക്കാരെ മെനക്കെടുത്തരുത്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് തുറന്ന് പറഞ്ഞേക്ക്. ഇനി പുതിയ ആരെങ്കിലും കയറി വരുമോ? ഇഷ്ടം കുറെ നേരായി. എനിക്ക് ലൈലാസുരനെ ഇഷ്ടം. ആദ്യം കണ്ടപ്പോ മുതൽ ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടം. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനാണ് ഇത്ര ലാഗ് അടിപ്പിച്ചത്. ഇതാണ് ഞാൻ ചോദിച്ചോണ്ടിരുന്നത് ഇത്ര നേരമായിട്ട്. നിങ്ങൾ ചേർന്ന് ചേർന്നേക്ക്. ചേർന്നേക്ക്. കൊള്ളാം. ലൈലാസുര, ഈ സ്നേഹമുള്ള സ്ഥലത്തെ എപ്പോഴും വിജയം ഉണ്ടാവുള്ളൂ. ഹാപ്പി അല്ലേ ക്ലാര? ഹാപ്പി അല്ലേ? ഇനി പപ്പ എവിടെ? പപ്പ ഹാപ്പി അല്ലേ? മേരി മേരി ഉണ്ടായിരുന്നല്ലോ. മേരി ഹാപ്പി അല്ലേ? മേരി ഹാപ്പിയാണ്. ഗായ്സ്, ക്ലീഷ ആണെങ്കിലും അത് സംഭവിച്ചിരിക്കുകയാണ്. ഗായ്സ്, നല്ലവനായ നമ്മുടെ ജപ്പാൻ പയ്യൻ ഒരു ജപ്പാൻ തെറി പോലും പറയാതെ അവര് തമ്മിൽ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. ഗായ്സ്, ഏത് നിമിഷവും ബിരിയാണി ചെമ്പ് പൊട്ടാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളൊക്കെ ഹാപ്പി അല്ലേ? അല്ലേ? എല്ലാരും ഹാപ്പിയാണ്. ഇനി ഞാൻ പിന്നെ എന്താക്കാനാണ് ഇവിടെ നിൽക്കുന്നത്? അന്തപ്പടി എടുത്ത് ഞാൻ അന്നേ പറഞ്ഞു യോഹന്നാൻ, പിന്നെ തേങ്ങ കൊല. ഞാൻ വേണ്ട വേണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞു. അപ്പോഴാണ് അയാളുടെ അമ്മയുടെ വകയിലെ കൂട്ടുകാരന്റെ മോളാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു. തന്തപ്പടി സമാധാനപ്പെടുമ്പോ നമുക്കൊരു പരിഹാരം ഉണ്ടാകും. ജപ്പാനിൽ നിന്ന് കഷ്ടപ്പെട്ട് ഫ്ലൈറ്റും പിടിച്ച് കോട്ടും സൂട്ടും തയ്പ്പിച്ച് ഇവിടെ വന്ന ഞാൻ സോംബി. യോഹന്നാൻ, ആര്? ഞാനാണത്. അച്ഛൻ, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റും ഇല്ല. ലൈലാസുര, ജിഗോക്കു നോ ഇറഗുച്ചി ദേ മാത്തെ റോസെ ജാ മാത്താനെ. എന്റെ ഒപ്പം വന്നവരൊക്കെ കൈവയ്ക്കേ. ഇനിയിപ്പോ എന്തൊക്കെയാണ്? ബാ, കുടുംബത്ത് പോവാം. ബാ, മാറി.